കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ. ഇത് അവളോട് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ കുടുംബത്തിന് ഷീലുവിനെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത്. കല്യാണശേഷം അവളോടെല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു. അവളുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന മട്ടിൽ അവൾ ജിതിൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ നടന്നു. അപ്പോൾ അവിടെ വ്യത്യസ്തമായ രീതിയിൽ സാരി ഉടുത്ത ഒരു സ്ത്രീ കയ്യിൽ ഓടക്കുഴൽ പോലെയുള്ള ഒരു വടിയുമായി നിൽക്കുന്നത് കണ്ടു. അവർ എല്ലാവരോടും കൈ കാണിക്കാൻ ആവശ്യപ്പെടുകയും അവരുടെ ഭാവിയും മറ്റും അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഗൗരിയും ജിതിനും അവരെ ശ്രദ്ധിക്കാതെ കടന്നു പോവുകയായിരുന്നു. അമ്മാ കൊഞ്ചം നില്ലുങ്ക, മഹാലക്ഷ്മി പോലെ ഉങ്ങളുടെ മുഖം, ആ കൈ കൊഞ്ചം നീട്ടുങ്കമ്മ, ഉന്നോட வாழ்க்கையில் நடந்ததும் இனிமே நடக்க போறதும் எல்லாமே நான் சொல்லிடுவேன். ദക്ഷിണ വെക്കമ്മ, ഞാൻ എല്ലാം சொல்லிடுறேன். അവർ ഊഷ്മളമായി ഗൗരിയെ നോക്കി പറഞ്ഞു. സോറി, എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഗൗരി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പോകാതമ്മ, ഉങ്ങളോട് ഏതാവത് சொல்லணும் என்று என் இதயம் துடிக்கிறேன். நான் சொல்ல போறது எல்லாமே நிஜமா வரும். உங்களை பற்றி நிறைய பேசணும். എന്നെ നമ്പി കൈ നീട്ടമ്മാ. ആ സ്ത്രീ വീണ്ടും നിർബന്ധിച്ചു. ഉടനെ ജിതിൻ അവളോട് പറഞ്ഞു, അവരിത്രയും വിളിച്ചതല്ലേ, ഗൗരി വാ, അവരെന്താ പറയുന്നെന്ന് ഒന്ന് നമുക്ക് നോക്കാം. കൈ നീട്ടി കാണിച്ചു കൊടുക്ക്. അപ്പോഴും അവൾ ഒന്നും മടിച്ചു. ACP എന്ന നിലയിൽ ഇതെല്ലാം വിശ്വസിച്ചാൽ കാണുന്നവർ ചിരിക്കുമെന്ന് അവൾ മനസ്സിൽ കരുതി. വേണ്ട ജിതിൻ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ജിതിൻ സമ്മതിച്ചില്ല. അവസാനം ജിതിന്റെയും ആ കൈനോട്ടക്കാരിയുടെയും നിർബന്ധം സഹിക്കവയ്യാതെ പാതി മനസ്സോടെ അവൾ കൈനീട്ടി. അതേസമയം മാളിന്റെ മറ്റൊരു ഭാഗത്ത് സന്തോഷത്തോടെ കറങ്ങി നടക്കുന്ന ശ്രീലക്ഷ്മിയെയും മീനാക്ഷിയെയും തിരിച്ചറിഞ്ഞ രണ്ടുപേർ ഏറെ നേരമായി അവരെ പിന്തുടർന്നുണ്ടായിരുന്നു. അതേസമയം ഋഷിൻ മോളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാറ് നിർത്തി അകത്തേക്ക് കയറി. ഗൗരി പതിയെ ജിതിനോട് ചോദിച്ചു, എന്താടാ, മുമ്പിൽ ബീച്ചിൽ മാത്രം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മോളിലും വന്നു തുടങ്ങിയോ? അത് കേട്ട് ജിതിൻ പറഞ്ഞു, ലോകം മാറുന്നതിനനുസരിച്ച് അവരും അപ്ഡേറ്റ് ചെയ്യണ്ടേ. അതായത് ആൾക്കൂട്ടം എവിടെ ഉണ്ടെങ്കിലും അവരങ്ങോട്ട് പോവും. അപ്പോഴേക്കും ആ സ്ത്രീ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് ആ വടി അവളുടെ കയ്യിൽ പൊതിഞ്ഞു വെച്ച് കണ്ണടച്ച് എന്തോ മനസ്സിൽ കാണുന്ന പോലെ നിൽക്കാൻ തുടങ്ങി. இந்த കൈ പാത്താ എനക്ക് തെരിയത്. இந்த അമ്മ കൈയും മെയ്യും മറന്ന് വേല പാക്കറേ. കാക്കിയാണ് വേഷം. ജാൻസി റാണി മാതിരി ഇന്ത അമ്മ നാട് കാക്കുന്നു. അവർ ഗൗരിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. അത് കേട്ട് ജിതിനും ഗൗരിയും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിശ്വസനീയമായ ഒരു നോട്ടത്തോടെ ഗൗരി അവരോട് ചോദിച്ചു. എനക്ക് അന്ത ശക്തി ഇറുക്കമ്മാ. യാരാവത് കൈ പാത്താ കയ്യിൽ അവരോட வாழ்க்கையை பற்றி எனக்கு தெரியும். അന്ത ആണ്ടവൻ എനക്ക് എല്ലാമേ ചൊല്ലിത്തരും. അവർ മേലേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് ജിതിൻ ആവേശത്തോടെ ഗൗരിയോട് പറഞ്ഞു, ഗൗരി, അവർ പറയുന്നത് നമുക്ക് മുഴുവൻ കേൾക്കാം. അവർ പറയുന്ന എല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞ് അവളുടെ സമ്മതം കാക്കാതെ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, അക്ക, നിങ്ങൾ ഇവളുടെ കൈയൊന്ന് നന്നായി നോക്കി കാര്യങ്ങൾ പറയൂ. എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം. തമ്പി, நீங்க என்ன தப்பா புரிஞ்சிருக்கீங்க. அந்த ஆண்டவன் சொல்றது மட்டும் நான் உங்ககிட்ட சொல்றேன். இது என் குலத்தொழில். நான் காசுக்கு மட்டும் செய்யல. நான் சொல்றது சரியானா மட்டும் நீங்க காசு கொடுங்க. காசு நான் யாருக்கிட்டையும் கேட்டு வாங்க மாட்டேன். ആ സ്ത്രീ പെട്ടെന്ന് പറഞ്ഞു. അമ്മ, ഉങ്ങളെ പിറന്ന നാള് ചൊല്ലുങ്കോ. അവർ ഗൗരിയോട് ആവശ്യപ്പെട്ടു. കൈനോട്ടക്കാരി പറഞ്ഞത് കേട്ട് ഗൗരിക്ക് അറിയാതെ തന്നെ അവളിൽ ചെറിയൊരു വിശ്വാസം വന്നു തുടങ്ങിയിരുന്നു. ജനുവരി 14, 1994 അവൾ ആവേശത്തോടെ മറുപടി പറഞ്ഞു. ആ സ്ത്രീ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവൾ ഗൗരിയുടെ കൈകളിലേക്ക് നോക്കി. നാ ഉങ്കക്കിട്ട சொல்ல போறது ஒண்ணுமே ஏன் பேச்சல்லம்மா, எல்லாமே அந்த ஆண்டவன் பேச்சு. அம்மா, உங்க மனசு ஒரு வைரம் மாதிரி. உங்களுடைய அந்த நல்ல மனசாலே உனக்கு எல்லாமே நல்லபடியா நடக்கும்.
നാളെ ഉനക്കായി ഒരു ராசா குதிரை மேல ஏறி வருவ. அவனாலே உன்னோட வாழ்க்கை ராசயோக வந்த மாதிரி ஆகும். അവൻ ഉന്നെ തങ്ക കട്ടി മാതിരി പാക്കുവേ. നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാക്കാത്തിയുടെ മുഖം പെട്ടെന്ന് മാറി. ഒരു കഥ, 1500 എപ്പിസോഡുകൾ, അവസാനിക്കാത്ത സസ്പെൻസ്, മറക്കാനാകാത്ത നിമിഷങ്ങൾ. ഇന്ന് തന്നെ പോക്കറ്റ് FM ഇൻസ്റ്റാൾ ചെയ്യൂ. കോടീശ്വരൻ കേൾക്കാൻ തുടങ്ങൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.